നമസ്കാരം. കേക്കുമാർ ടൂൾസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പറക്കോടുള്ള എൻ്റെ ഒരു ഡീലറാണ്. അവരെ ഷോപ്പും അവരെ ഓണർ അമ്പിളിച്ചേട്ടായിട്ട് നമുക്കൊന്ന് എൻ്റെ ഉൽപ്പന്നത്തെ കുറിച്ചിട്ടും ഈ ഉൽപ്പന്നത്തെ കുറിച്ചിട്ട് ഈ നാട്ടിലെ ആൾക്കാരെ എടുത്തുള്ള അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ആനന്ദ് ശങ്കർ. ഞങ്ങൾ കഴിഞ്ഞ 35 വർഷത്തിലേറെയായി പത്തനംതിട്ട ജില്ലയിലെ പറക്കോടിൽ അഗ്രോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്ന പേര് വളം, കീടനാശിനി എന്നിവയുടെ ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടം നടത്തി വരും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന പാലക്കാട് ഇങ്ങനൊരു സ്ഥാപനമുണ്ടെന്നും അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല കൃഷി ഉപകരണങ്ങളാണെന്നും ഒരു വിവരം കിട്ടുകയുണ്ടായി. അതനുസരിച്ച് നമ്മുടെ കൃഷിക്കാർക്ക് ഇവിടെ എല്ലാം നല്ലൊരു കൃഷി ഉപകരണങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടും നമ്മൾ തന്നെത്താൻ അവിടെ പോയി, പാലക്കാട് പോയി ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച് അതിൽ സംതൃപ്തരായിക്കൊണ്ട് ഏകദേശം 3 വർഷത്തിലേറെയായി ഞങ്ങളുടെ പറക്കോട്ടുള്ള ഈ ഷോപ്പിൽ വെച്ച് ഞങ്ങൾ ഒരു വിധത്തിൽപ്പെട്ട കെ കുമാർ ടൂൾസിന്റെ എല്ലാവിധ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നു. പ്രധാനമായിട്ടും നമ്മുടെ ടൂൾസിനെ പറ്റി പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ നല്ല പ്രൊഡക്ട്സ്, അതും അതേപോലെ തന്നെ നല്ല ഇതിൽ നമുക്ക് തരും. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം കസ്റ്റമർ സപ്പോർട്ട്. ഒരു കസ്റ്റമർ വിളിച്ചാൽ തന്നെ ഇന്ന പോയിന്റിൽ ഉണ്ടെന്നും അത് അവരെ നമ്മളെ കണക്ട് ചെയ്ത് തരുന്നതായാലും അവർക്ക് ഭാവിയിൽ വേണ്ടിയിട്ടുള്ളതായാലും ആ ഒരു സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തു വരുന്നു. നല്ല ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുധമാണ് ഏറ്റവും വലിയ ഇത്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ രീതിയിലുള്ള ടൂൾസ് വെച്ചാൽ കത്തികള്, ചെറിയ ബഡ്ഡിങ് നൈഫ്സ്, അത് തൊട്ട് തൂമ്പ, കൂന്താലി, എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഞങ്ങൾ ഈ 3 വർഷക്കാലമായി വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നു. കെ കുമാർ ടൂൾസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഏരിയയിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് ചില ആയുധങ്ങൾ നമുക്ക് പോവില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയ രൂപങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടാൽ അതിനനുസരിച്ച് ചെയ്തു തരികയും അതിൽ പോലും യാതൊരു ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ചെയ്തു തരുന്നു. കസ്റ്റമറുടെ ഭാഗത്തുനിന്നായാലും ഏകദേശം 3 കൊല്ലത്തോളമായി ഇതുവരെ ഒരു കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് പോലും നമുക്ക് യാതൊരു കംപ്ലൈന്റുകൾ ഉണ്ടായിട്ടില്ല. 1 or 2 ചെറിയ കേസുകൾ ഒഴിച്ച് മറ്റ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഭാഗത്തായാലും വീണ്ടും കൊണ്ടുപോയത് തന്നെയാണ് നമുക്ക് ഈ പുതിയ പ്രൊഡക്ട്സ് വീണ്ടും ഓരോരുത്തരെ റെഫർ ചെയ്യുകയും പുതിയ പ്രൊഡക്ട്സ് വരുമ്പോൾ അത് ട്രൈ ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, വിദേശ രാജ്യങ്ങളിലേക്കാണ് ഒരു നല്ലൊരു ശതമാനം വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. കത്തികളായാലും വെട്ടുകത്തികളായാലും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. മൊത്തത്തിൽ നല്ല കസ്റ്റമേഴ്സിനെല്ലാം നല്ലൊരു അഭിപ്രായമാണ്. കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു കസ്റ്റമേഴ്സിനും നമുക്ക് ഇതായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഇദ്ദേഹം കൂടിയാണ് ഒരു തവണ എൻ്റെ ഷോപ്പിൽ വന്നിട്ട് നിർബന്ധപൂർവ്വം ഞങ്ങൾക്ക് അവിടെ ഐറ്റം വേണം. അപ്പോൾ എനിക്ക് ലേശം പ്രൊഡക്ഷനൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ശ്രീകുമാർ ചേട്ടാ, എനിക്ക് ഐറ്റം ലേശം തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് ഐറ്റം വേണം. അതിന് ഞങ്ങൾ അടൂരിൽ നിന്ന് എൻ്റെ സ്ഥാപനം ഷൊർണൂർ കുളപ്പള്ളി വരെ വന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിർവാഹമില്ല. അപ്പോൾ ഇത്രയും ദൂരം വന്ന ഒരാൾക്ക് നോന്നൊരു വാക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷത്തോളമായി. പക്ഷെ എനിക്കും തന്നെ വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരൈറ്റം ഒരാൾ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ള കസ്റ്റമർക്ക് കൊടുക്കുക ഒരു കാഴ്ചപ്പാടില്ല. അത് കർഷകരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വേറെയാണ്. അങ്ങനെ ഓരോ ഡിസൈൻ ചെയ്തിട്ട് ഇന്നമാതിരി വേണമെന്നുള്ള കാര്യം പറയും. കംപ്ലൈൻറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇന്ന തരത്തിൽ ചെയ്യണമെന്ന കാര്യം പറ്റി അഭിപ്രായം ചോദിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കച്ചവടക്കാരുടെ അടുത്ത് കച്ചവടം ചെയ്യാൻ നമുക്കും തന്നെ വളരെയധികം സന്തോഷമാണ്. അങ്ങനെയുള്ളൊരു കസ്റ്റമറാണ്, എൻ്റെ ഒരു കസ്റ്റമറാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് ഇനിയും നല്ല ഉപകരണങ്ങളിൽ ഉണ്ടാക്കാനും അത് ഇവിടെ കർഷകർക്ക് കൊടുക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ ഇനിയും കർഷകർക്ക് വേണ്ടോടത്തോളം ഉൽപ്പന്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മേടിക്കുക. ഞങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഉൽപ്പന്നങ്ങളും വാക്കത്തി, കത്തി, അരിവൊക്കെ സ്പ്രിംഗ് ലീഫാണ് ഉണ്ടാക്കുന്നത്. വണ്ടീൻ്റെ ലോറീൻ്റെ ഒക്കെ സ്പ്രിങ് കണ്ടിട്ടില്ലേ നമ്മൾ, ലീഫും അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കോടാലി, മമ്മട്ടി, പിക്കാസ് ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്ന ട്രെയിൻ പോണ പാള. അപ്പോൾ ആ മെറ്റീരിയൽ നമ്മളെപ്പോഴും ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ 100% ശ്രമിക്കുന്നുണ്ട്. പിന്നെ പണി ചെയ്യുന്ന സമയത്ത് ഒരു 10 or 100 ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 2, 3, 4, 5 എണ്ണൊക്കെ നമുക്ക് നാശമാവും. എൻ്റെ പണിക്കാർ, എൻ്റെ സഹപ്രവർത്തകരും എന്നെ പോലെ തന്നെ ആളുകൾ എല്ലാ സമയത്തും നമുക്ക് 100% പെർഫെക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബൈ ചാൻസ് വല്ല അപകടം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കസ്റ്റമർക്ക് ഒരു പ്രയാസം വരാൻ പാടില്ല. സ്പോട്ടിൽ വേറെ പീസ് കൊടുക്കാനാണ് പറയുക.
അങ്ങനെ ചെയ്യുമ്പോൾ കർഷകർക്ക് സന്തോഷമാണ്, കൊടുത്ത അമ്പിളിച്ചേട്ടന് സന്തോഷം, എനിക്ക് സന്തോഷം. കാരണം അവൻ്റെ ഒരു കർഷകന്റെ മനസ്സ് വിഷമിച്ചിട്ട് പോകാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് എനിക്കുള്ളത്. അപ്പം ഞാനത് എന്നും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഉൽപ്പന്നം മേടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾ അതേപോലെ തന്നെ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ അഭിപ്രായം പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ ചാനൽ കാണുന്ന ആളുകൾ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഷോപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള കൂടുതൽ അവസരം ഉണ്ടാവട്ടെ. ഇവിടെ വരാത്ത ആളുകൾ വീണ്ടും വന്ന് ഈ മെറ്റീരിയൽ മേടിച്ച് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞ് ഇദ്ദേഹത്തിനോട് പറയണം. നിങ്ങൾക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും. ഇപ്പം മേടിച്ച് കൊണ്ടുപോയ ഒരാൾ, ഇപ്പം ഇദ്ദേഹം പറയാറ് ഒരു കത്തി മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞ് അയാൾ ഒന്നും കൂടി വരും. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്, ഒരെണ്ണം മേടിച്ചുകൊണ്ടുപോയി, അത് കഴിഞ്ഞ് 3 മേടിച്ചാൽ ഈ കടയിൽ നിന്ന് മാത്രം 6 മേടിച്ച കസ്റ്റമർ ഉണ്ട്. ഇവിടെ മഹാരാജ്യത്തിൻ്റെ കസ്റ്റമർ ഉണ്ട്, ഇവിടുന്ന് മാത്രം 6 മേടിച്ചിട്ടുണ്ടായിട്ടാണ് ആൾ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തുടക്കകാലത്ത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് വലിയ സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ചെയ്യൂല കേട്ടോ. ചില കർഷകർക്ക് ഈ ആയുധങ്ങളോട് ഭയങ്കര ക്രൈസാണ്. അങ്ങനെയുള്ള ആളുകൾ സ്ഥിരമായിട്ട് നമ്മൾ ഉൽപ്പന്നം മേടിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് മേടിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ കംപ്ലൈൻറ്റ് ഇവിടെ നമുക്ക് നിർത്താൻ പറ്റും. നമ്മളത് കൂടുതൽ നന്നാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും പരിപൂർണ്ണ സപ്പോർട്ട്. അതേപോലെ തന്നെ മോശം ഉണ്ടെങ്കിൽ മോശമായ കാര്യം നമ്മൾ ആദ്യമാണ് നിങ്ങൾക്ക് പറയേണ്ടത്, അല്ലാണ്ട് നല്ലത് മാത്രം പറയാനില്ല. മോശമായ രീതി ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ കൂടുതൽ സപ്പോർട്ട് കൊടുക്കും. കാരണം എന്നാലേ നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ ചാനൽ കണ്ട എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.